എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ടും എളുപ്പത്തിലും തയ്യാറാക്കിയെടുക്കുന്ന പരിപ്പ് കറിയാണ്. ഈ ഒരു പരിപ്പ് കറിയുടെ പാചകം പ്രത്യേക രീതിയിലാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. അതും തനി നാടൻ രീതിയിൽ തന്നെ. പരിപ്പ് കറി തയ്യാറാക്കിയെടുക്കുന്നതിനായിട്ട് 1/4 കിലോ അളവിൽ കഴുകി വൃത്തിയാക്കിയ പരിപ്പ് വേവിച്ചെടുക്കുന്നതിനായിട്ട് ഒരു മൺചട്ടിയിലേക്ക് മാറ്റുന്നുണ്ട്. പരിപ്പ് മൺചട്ടിയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് വെന്തുവരാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്ത പരിപ്പ് നല്ലതുപോലെ തിളച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് കൊച്ചുള്ളി കട്ട് ചെയ്തത് ചേർക്കാം. കൊച്ചുള്ളിയുടെ കൂടെ തന്നെ എരിവിനാവശ്യമായ പച്ചമുളകും ഒരു നുള്ളു വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലവണ്ണം വെട്ടി തിളച്ച് വരുമ്പോഴേക്കും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ചെറിയ തീയിലേക്ക് ഫ്ലെയിം മാറ്റിയിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് നല്ലതുപോലെ അടിച്ചേർത്തൊന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ പരിപ്പ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് പരിപ്പൊന്ന് താളിച്ചെടുക്കുന്നതിനായിട്ട് വെളുത്തുള്ളിയും കൊച്ചുള്ളിയും പച്ചമുളകും വറ്റൽമുളകും ഇഞ്ചിയും കൂടി ചേർത്തൊന്ന് ചതച്ചെടുക്കണം. ഇനി താളിപ്പ് ചെയ്തെടുക്കാനായിട്ട് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. കൂടെ തന്നെ നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള മുളകും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മുരിയിച്ചെടുക്കാം. മുളകൊക്കെ നല്ലോണം മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്നുകൂടെ മുരിയിച്ചെടുത്തതിന് ശേഷം താളിപ്പിന്റെ ചൂടൊക്കെ ആറി വരുന്ന സമയത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് കൂടി ചേർത്തിട്ട് വേണം ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാനായിട്ട്. അങ്ങനെ ചെയ്തെടുക്കുമ്പോഴാണ് പരിപ്പ് കറിക്ക് നല്ല സ്വാദൊക്കെ ഉണ്ടാവുന്നത്. ഇനി ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ വളരെ സ്വാദേറിയ തനി നാടൻ പരിപ്പ് കറി ഇവിടെ റെഡിയാണ്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫുൾ വീഡിയോ കണ്ട് വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ കൂട്ടുകാരെ.